ന്യൂസ് ഡെസ്കിലേക്ക് ഒന്ന് പോകാം. അവിടെ ജിജിനുണ്ട്, ഒപ്പം നമ്മുടെ വെബ് ടീമിന്റെ കരുത്തന്മാരായ ശരത്, അഖിൽ, രാഹുൽ എന്നിവരൊക്കെ ഉണ്ട്. അപ്പൊ ജിജിനെ ഏറെ ദിവസങ്ങളായി രാത്രിയിൽ ഉറക്കളച്ച് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരുന്ന ടീമാണ്. പറയൂ. ദിവിഷ, ഞങ്ങൾ ലാസ്റ്റ് ഡാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് ആനന്ദ നടനമാണോ താണ്ഡവമാണോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. എനിക്കൊപ്പം ശരത്തുണ്ട്. ശരത്ത്, സ്പെയിൻ്റെ സ്ക്വാഡിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്ക്വാഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശരത്ത് പറയും. എന്താ ശരത്തെ സ്ക്വാഡിൻ്റെ വിവരങ്ങൾ? സ്ക്വാഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അവരുടെ അതായത് അർജന്റീനയുടെ അറ്റാക്കിംഗ് ഫീൽഡും സ്പെയിൻ്റെ പ്രതിരോധവും തമ്മിലുള്ള മത്സരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ സ്പെയിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ? സ്പെയിൻ കഴിഞ്ഞ തവണ ഫ്രാൻസിനോട് കളിച്ചതുപോലെ തന്നെയാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നതെങ്കിൽ അർജന്റീന ഇച്ചിരി വെള്ളം കുടിക്കും ജയിക്കാൻ വേണ്ടി. ഇതുവരെ കളിച്ച ഒരു പോലെ ആവണമെന്നില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയാണെങ്കിൽ ഇംഗ്ലണ്ട് ഒരു ബസ് പാർക്കിങ്ങിലൂടെ ഒരു ഭയങ്കര ഡിഫൻസിലൂടെയാണ് കളിച്ചത്. അവസാന നിമിഷത്തിലാണ് അർജന്റീന ഗോൾ അടിക്കുകയും ജയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതും ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രാറ്റജി എന്തായാലും മാറ്റി തന്നെ ആയിരിക്കും സ്പെയിൻ ഇറങ്ങുന്നത്. സ്പെയിൻ അറിയാം അർജന്റീന ഏത് നിമിഷം വേണമെങ്കിലും ഗോൾ അടിക്കാവുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പ്രതിരോധത്തിൽ മാത്രം ഊന്നി കളിക്കില്ല. സ്പെയിൻ്റെ ഒരു 10 കളിക്കാർ അർജന്റീനയേക്കാൾ മികച്ചതായിരിക്കും. പക്ഷെ ഒരൊറ്റ കളിക്കാരൻ, ആ ഒറ്റ കളിക്കാരനെ കൊണ്ട് ഒറ്റ കളിക്കാരനെ കൊണ്ട് ഈ റിസൾട്ട് മുഴുവൻ മാറ്റാൻ കഴിയില്ലേ? അതെ, അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം സ്പാനിഷ് സ്ക്വാഡിന് ഒരുപാട് യുവതാരങ്ങളുണ്ട് അവരുടെ സ്ക്വാഡിൽ. ലെമി യമാൽ, പിന്നെ അതുപോലെ തന്നെ പെഡ്രി, റോഡ്രി പോലുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ അർജന്റീന ടീമിൽ മെസ്സി എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ വെച്ചിട്ട് കളി നമുക്ക് തിരിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസത്തിലാണ് അർജന്റീന ആരാധകരുള്ളത്. പിന്നെ കഴിഞ്ഞ കളിയിൽ അർജന്റീന പുറത്തെടുത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം യൂലിയാനോ സിമിയോണയൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ ടീമിലേക്ക് ആദ്യ ലെവലിലേക്ക് വരുന്നു. മൊത്തം സ്ട്രാറ്റജി ഒരു ഫസ്റ്റ് ഹാഫിൽ ഫിസിക്കൽ ഗെയിമിൻ്റെ ആകുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജി മിക്കവാറും എന്തായാലും ഫൈനലിൽ ഉറപ്പായിട്ടും സ്കാലോണി കൊണ്ടുവരും, അത് ഉറപ്പാണ്. ആ ഒരു സ്ട്രാറ്റജി ജയിക്കുകയാണെങ്കിൽ അർജന്റീന സ്പെയിനെ മറികടക്കുന്നതിനാണ് വിശ്വസിക്കുന്നത്. ആയിരിക്കും ഒരു സ്പെയിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും. സ്പെയിൻ സ്ഥിരമായി കളിക്കുന്ന ഒരു കളി തന്നെ ഈ ഫൈനലിലും നടത്താൻ തന്നെയാണ് സാധ്യത. അപ്പോൾ മെസ്സിയെ പൂട്ടി ഗോളടിച്ച് കപ്പും കൊണ്ടുപോകാൻ തന്നെയായിരിക്കും നമ്മുടെ ലൂയിസ് ലാഫിൻ്റെ കുട്ടികൾ ഇറങ്ങുന്നത്. നമുക്ക് മറ്റ് ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത് നമുക്ക് നോക്കാം. അനശ്വര, ഏത് ടീമാ? ഞാൻ സ്പെയിൻ. എന്തുകൊണ്ടാണ്? അർജന്റീന വിരുദ്ധ മുന്നണിയുടെ ആളാണ്. എൻ്റെ ടീമിന് 4ാം സ്ഥാനം കിട്ടി, അപ്പൊ അവര് പോയി. അതുകൊണ്ട് അർജന്റീനക്കെതിരെ നിൽക്കുക എന്നുള്ളത്. അർജന്റീനക്കെതിരെ അല്ല, അർജന്റീനയ്ക്ക് ഒരു കപ്പ് ഇല്ല. നിങ്ങൾക്ക് അത് പിടിച്ചോ. നിങ്ങൾ സ്പെയിൻ ഒരു കപ്പുണ്ട്. അത് എത്ര വർഷം മുമ്പ്? 16 വർഷം മുമ്പ്. 16 വർഷം വലിയ കാലയളവ്. നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 4 കൊല്ലം മുമ്പ് എങ്ങനെയെങ്കിലും തോൽക്കണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സത്യമായിട്ടും മെസ്സിയുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിട്ടുള്ള സാധ്യതയുണ്ട്. മെസ്സിയുടെ ഒരു അവസാനത്തെ വേൾഡ് കപ്പ്, അതൊരു കപ്പോട് കൂടി മെസ്സി ഇവിടെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ദുഷ്ടയാണ്. ഒരു 19-കാരൻ അയാൾ കപ്പുമായിട്ട് പോകുന്നതാണ്. ഞാൻ യൂത്തിന്റെ ഒപ്പമാണ്. ഹിമയുണ്ട്, നമുക്ക് അർജന്റീന ആരാധിക ഹിമ ചേരുന്നുണ്ട്. ഹിമ, എന്താ പ്രതീക്ഷ? അർജന്റീന തന്നെ ജയിക്കട്ടെ. ഇപ്പൊ കുറെ പേര് ഇതുപോലെ ഇങ്ങനെ അർജന്റീന വിരുദ്ധരുണ്ട്. നമ്മൾ കളി തുടങ്ങിയ സമയത്ത് ഇവിടെ ബ്രസീൽ ഫാൻസ് ഉണ്ടായിരുന്നു, പോർച്ചുഗൽ ഫാൻസ് ഉണ്ടായിരുന്നു, ഫ്രാൻസിന്റെയും കുറച്ച് ആരാധകരുണ്ടായിരുന്നു. ആ സമയത്തൊന്നും സ്പെയിൻ കളത്തിലേ ഇല്ല. ഇപ്പൊ അവസാനമായപ്പോ അവിടെ ആരോട് വെച്ചാൽ എല്ലാവരും സ്പെയിനിന്റെ ആരാധകരാണ്. അർജന്റീന ഒരു വശത്തും ബാക്കി എല്ലാ ടീമും അതെ അതിനെതിരുമാണ്. ഞങ്ങള് എല്ലാ സ്ഥലത്തിലും സജ്ജമാണ്. ഒരു തിയേറ്റർ ഫീൽഡിലോട് കൂടി, അല്ലെങ്കിൽ തിയേറ്റർ ഫീലോട് കൂടിയാണ് ഞങ്ങൾ ഈ മത്സരങ്ങൾ കാണാൻ പോകുന്നത്. കാണാം, യമാലും മെസ്സിയും നേർക്ക് നിൽക്കുന്ന ഈ വലിയ സ്ക്രീനിലാണ് ഞങ്ങൾ ഈ മത്സരങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. പേടിക്കാൻ എന്തിരിക്കുന്നു? പേടിക്കുക എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ് പേടിക്കാനുള്ളത്. കാരണം സ്പെയിൻ ഇതുവരെയുള്ള അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ അതും തൊട്ട് അവസാനം വരെ അതേ പ്ലാനിൽ നിലനിന്ന് പോകുന്നൊരു ടീമാണ്. അപ്പോൾ അവരെ ആ ഒരു കളി തന്നെയാണ് പുറത്തെടുക്കുന്നതെങ്കിൽ അർജന്റീനയ്ക്ക് ഉറപ്പായിട്ടും വേറൊരു മറുപടി പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ നിന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മത്സരം ഈ കളി അല്ലെങ്കിൽ ഈ ഒരു ലോകകപ്പ് ഒരിക്കലും അർജന്റീനയ്ക്ക് ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു ലോകകപ്പ് ആയിരുന്നില്ല. അപ്പോൾ ഒരു പറഞ്ഞില്ല, നമ്മുടെ പ്രതീക്ഷയുടെ അമിതഭാരങ്ങളൊന്നും ഇല്ലാതെ അർജന്റീന ആരാധകർ കാണുന്ന ഒരു ലോകകപ്പാണ്. പക്ഷേ സ്പെയിനാണ് നഷ്ടപ്പെടാനുള്ളതെന്ന് തോന്നുന്നു. കാരണം അവരുടെ 2010 ലോകകപ്പ് നേട്ടത്തിന് ശേഷം അവർ ഇത്രയും ദൂരം എത്തുന്നത് ഇതാദ്യമാണ്. അപ്പോൾ അവരുടെ ഒരു യുവതലമുറയാണ് അവരുടെ മുന്നിലുള്ളത്. ആ യുവതലമുറയ്ക്ക് ഒരു ബൂസ്റ്റ് ആവാൻ വേണ്ടി അവർക്ക് ഈ കിരീടം മസ്റ്റാണ്. അപ്പോൾ ആ വിജയം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രമേൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രഷറിൽ കളിക്കുന്നത് സ്പെയിനും, കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്താ പറയുന്നത് പ്രതീക്ഷയുടെ അമിതഭാരം ഇല്ലാതെ കളിക്കുന്നത് അർജന്റീനയാണ്. ടീമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ അർജന്റീനയുടെ ടീമിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളിയിൽ നമ്മൾ മാറ്റം കണ്ടു. ഈ പറഞ്ഞ പോലെ യൂലിയാനോ സിമിയോണയുടെ വരവ് കണ്ടു. അതുപോലെ തന്നെ
ഡീപ്പോൾ ഉണ്ടാവോ? ഫസ്റ്റ് ലെവലിൽ ഡീപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ ഏരിയ കവർ ചെയ്യണം, റൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സിമിയോണി ചിലപ്പോൾ ആദ്യ ലെവലിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയും വർക്ക് റേറ്റ് ഉള്ള പ്ലെയറാണ് ഈ പറയുന്ന യൂലിയാനോ സിമിയോണി. പിന്നെ അതുപോലെ തന്നെ ഫോർവേഡായിട്ട് വരുന്ന ആരെന്നൊരു ഡൗട്ടുണ്ട്, അൽവാരസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ മാർട്ടിനസിനെ കൊണ്ടുവന്നാലും മെസ്സിയെ പൂട്ടിയാൽ അർജന്റീന അവിടെ തളയ്ക്കപ്പെടുമോ? ഇല്ല, അത് നമ്മൾ കഴിഞ്ഞ കളി കണ്ടല്ലോ. കാരണം മെസ്സി ഗോൾ അടിക്കാത്ത മെസ്സിയാണ് കൂടുതൽ അപകടകാരിയായിട്ടുള്ളത്. ഗോൾ അടിക്കുന്ന മെസ്സി നമുക്ക് പറയാം, മെസ്സി മാത്രമേ ഗോൾ അടിക്കുന്നുള്ളൂ, മറ്റുള്ളവർ പറയുന്ന പോലെ പ്ലേ മേക്കറായ മെസ്സിയാണ്. പ്ലേ മേക്കറായ മെസ്സിയാണ് കൂടുതൽ വായിക്കേണ്ടത്. കാരണം സ്പേസ് കണ്ടെത്തുന്ന ആരെന്ന് അനുസരിച്ചാണ് ഇവിടെ വരുന്നത്. അതായത് ഇപ്പോൾ മെസ്സിക്ക് ഇപ്പം കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് നടന്ന പ്രസ് മീറ്റിൽ സ്പാനിഷ് പരിശീലകൻ പറഞ്ഞത് മെസ്സിയെ ഞങ്ങൾ മാർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ മെസ്സിയെ മാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം മെസ്സിക്ക് അതൊരു എനിക്കൊന്നും അവർക്ക് പേടിയുണ്ട്. മെസ്സി എന്നുള്ള ഒരു കളിക്കാരൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കും. മെസ്സിയെ മാർക്ക് ചെയ്യാൻ കഴിയില്ല, അതിനുള്ള പൂട്ടൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ മെസ്സി അവിടെ സ്പേസ് ഉണ്ടാക്കുന്നു, മെസ്സി ആ പറയുന്ന പ്ലേ മേക്കിംഗ് റോളിലേക്ക് മാറുന്നുണ്ടെങ്കിൽ കളി ഉറപ്പായിട്ട് മാറും. സ്പെയിൻ്റെ പ്രതീക്ഷകൾ? സ്പെയിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ മെസ്സിയെ പൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കില്ല സ്പെയിൻ്റെ. കാരണം മെസ്സിക്ക് സ്പാനിഷ് ഫുട്ബോൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ബാഴ്സലോണയിൽ വർഷങ്ങളോളം കളിച്ച ഒരാളാണ്. അപ്പോൾ അവരുടെ ഏതൊക്കെ ടിക്കറ്റാക്ക മുതലുള്ള എല്ലാ പരിപാടികളും മെസ്സിക്ക് അറിയാം. അതുകൊണ്ട് അവർ ആ ഒരു ഒറ്റ ഇതിൽ തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, സിമോണിനെ കണ്ടു, അവരുടെ ഗോളി, സ്പെയിൻ്റെ ഗോളി തന്നെ ആയിരിക്കും സ്പെയിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞത്. ഇതുവരെ ഒറ്റ ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലെമിൻ ഇതുവരെ ഫോമായില്ല, എന്നാലും പുള്ളി നല്ലൊരു പ്ലേ മേക്കർ ആവുന്നുണ്ട്. ഗോൾ അടിച്ചില്ല. റോഡ്രിയെ പേടിച്ച് വേണം അർജന്റീന അവരുടെ തന്ത്രങ്ങൾ തന്നെയാണ്. റോഡ്രി ആയിരിക്കും അവരുടെ ഒരു മെയിൻ സാധനം. എനിക്കങ്ങനെ സ്പെയിൻ്റെ കേസ് എടുക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്പെയിനിലെ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവരൊരു ടീം വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിനെതിരെയുള്ള കളി നമ്മൾ കണ്ടു. അതുവരെ അത്ര പരീക്ഷണമുള്ള കളികളിലൊന്നും സ്പെയിൻ വന്നതായിട്ട് തോന്നിയില്ല. പക്ഷേ പോർച്ചുഗലുമായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ അത് കഴിഞ്ഞ് ഫ്രാൻസുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രാൻസ് ആ ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിൽ ഫ്രാൻസിനെ നാണം കെടുത്തുന്ന രീതിയിലായിപ്പോയി. അവസാനം അവർ ഫൗളുകളുടെ മേളം തന്നെയായിരുന്നു അവസാനം. ഇനി എന്തായിരിക്കും അർജന്റീനയ്ക്കെതിരെയുള്ള സ്ട്രാറ്റജി എന്നുള്ളത് ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പം മകിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് കൂടുതൽ പ്രഷറുള്ള സ്പെയിനാണ്. കാരണം 2010 ശേഷം ഇത്രയും 16 കൊല്ലത്തിന് ശേഷമാണ് ഒരു ഫൈനൽ മീൻസ് ഒരു ഇത് തന്നെ നോക്കൗട്ട് തന്നെ കടന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് അതിൻ്റെ പ്രഷറുണ്ട്. അർജന്റീന കുറച്ചുകൂടെ പ്രഷർ ഇല്ലാതെ ആയിരിക്കും കളിക്കുക. കാരണം കഴിഞ്ഞ വർഷം അവർ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടി, മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടി, മെസ്സിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കിട്ടുന്നതെല്ലാം അവർക്ക് ബൂസ്റ്റാണ്. അതാണ് ദിവിഷ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അർജന്റീന വീണ്ടും ഒരു കിരീടം ഉയർത്തുന്ന കാഴ്ചയാണ്. പക്ഷേ സ്പെയിൻ കപ്പ് ഉയർത്തിയാലും ഞങ്ങൾക്ക് യാതൊരുവിധ സങ്കടവുമില്ല. സ്പെയിനും കപ്പ് ഉയർത്തട്ടെ. ഇത് മത്സരമാണ്, ഇരു കൂട്ടർക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു നിമിഷം നമ്മൾ കണ്ണിമ ചെമ്മിയാൽ അത് വലിയ നഷ്ടമാകും. അത്രയ്ക്ക് ആവേശകരമായ മത്സരം തന്നെയാകും ഈ ഫൈനൽ ഉണ്ടാവുക എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇനി ഏകദേശം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളുമായി ഞങ്ങളിവിടെ കാത്തിരിപ്പുണ്ട്. മത്സരത്തിൻ്റെ ഓരോ ചലനങ്ങളും അറിയാൻ. ദിവിഷ്? തീർച്ചയായും ഇനി 1 മണിക്കൂർ മാത്രമാണ് ലോകം കാത്തിരിക്കുന്ന മഹാവിസ്മയത്തിന് വേണ്ടി അവശേഷിക്കുന്നത്. കണ്ടില്ലേ, പലയിടങ്ങളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും മനസ്സിങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യമായി ചിലപ്പോൾ ഫുട്ബോൾ കണ്ടു തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ ലോകകപ്പ് വരുമ്പോൾ എന്താ ഈ പിള്ളേർ ഇത്ര ബഹളത്തിൽ കാണാം, അന്നൊന്ന് കണ്ടേക്കാമെന്ന് കരുതി വീട്ടിൽ അങ്ങനെ ഫുട്ബോളിനോടും അല്ലെങ്കിൽ സ്പോർട്സിനോടൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ ഒന്ന് കണ്ടു കളയാമെന്നൊക്കെ കരുതി കണ്ടു തുടങ്ങിയവർക്ക് പോലും ഫുട്ബോൾ ഒരു വികാരമായി മാറുന്നതാണ്. ഈ വേൾഡ് കപ്പുകളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. വേൾഡ് കപ്പ് വരുമ്പോഴാണ് ഇന്ന് നമുക്ക് തോന്നുന്നത് ഈ ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് ഒരു കളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇന്ന് ഞാൻ പോയ ഒരു മെസ്സി ആയിട്ട് ഞാൻ ഗോൾ അടിക്കും എന്നൊക്കെ തോന്നും. പോയി കളിച്ചാൽ പക്ഷേ പന്ത് തൊടാൻ കിട്ടില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ നമുക്കൊരു ഫീൽ ഉണ്ടാവും, നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കാലിൽ പന്ത് വരും എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ഫുട്ബോളിൻ്റെ ഒരു രസം. അപ്പോൾ